ബിഷപ്പ് തറയിൽ 3 കോടി കബളിപ്പിച്ച PBLCയുടെ മാതാവ് അന്തരിച്ചു. സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിലും റോണി മാളിയേക്കൽ പാതിരിയും മറ്റ് ശിങ്കടികളും ചേർന്ന് 3 കോടി രൂപ കബളിപ്പിച്ചെടുത്ത PBLCയുടെ മാതാവ് റോസ വർക്കി പൂവശ്ശേരി അന്തരിച്ചു. 100 വയസ്സായിരുന്നു. ജനുവരി 6-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് കടുത്ത ന്യൂമോണിയ ബാധയെ തുടർന്നാണ് റോസ വർക്കി മരിച്ചത്. സംസ്കാരം ഇന്ന് 7-ാം തീയതി രാവിലെ 9:30 കുറവലങ്ങാട് മർത്തമറിയം പള്ളിയിൽ നടന്നു. അമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചപ്പോൾ പോലും ചികിത്സയ്ക്ക് പണമില്ല, തന്നെ ആ കൊടുത്ത പണത്തിൽ അല്പമെങ്കിലും കൊടുത്ത് സഹായിക്കണം എന്ന് ലൂർദ് മാതാ സെന്ററിന്റെ ചുമതലക്കാരോട് LC അഭ്യർത്ഥിച്ചപ്പോൾ കേസ് കൊടുത്ത് മേടിക്കാമെങ്കിൽ മേടിച്ചോ എന്നാണ് അവർ മറുപടിയായി പറഞ്ഞത്. LCയും ഒരു കത്തോലിക്ക സഭാംഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. തന്നെ ആയുഷ്കാലം പരിപാലിക്കും എന്ന ഉറപ്പ് നൽകിയാണ് സഹായമെത്രാനായിരുന്ന തോമസ് തറയിലും ലൂർദ് മാതാ കെയർ സെന്ററിന്റെ ചുമതലക്കാരനായ റോണി മാളിയേക്കലും ചേർന്ന് 3 കോടി രൂപ കൈപ്പറ്റിയത്. അതിൻ്റെ ഉറപ്പിലേക്കായി ഒരു എഗ്രിമെന്റും ബിഷപ്പ് തോമസ് തറയിൽ അടക്കം ഒപ്പിട്ട് നൽകിയിരുന്നു. എന്നാൽ വാക്കുപാലിക്കാതെ LCയെ നെടുമങ്ങാടുള്ള ഒരു യാചക പുനരധിവാസ മന്ദിരത്തിൽ കൊണ്ട് തള്ളി. അവരെ അവിടെയുള്ള മടത്തിലമ്മമാർ ചേർന്ന് സ്ലോ പോയിസൺ ചെയ്ത് കൊല്ലുവാൻ നോക്കിയപ്പോൾ LC അവിടെ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. അന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം അവിടെ ഉണ്ടായിരുന്ന മടത്തിലമ്മമാർ അപഹരിച്ചെടുത്തു. LC നൽകിയ പരാതികളെല്ലാം സഭയുടെ ആ സ്വാധീനം ഉപയോഗിച്ച് അവർ മുക്കി അട്ടിമറിച്ചു. എനിക്കെതിരെ അടക്കം കേസുകൾ കൊടുത്തു. ഡോക്ടർ ശാന്താമാധവൻ എന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ വീട്ടിൽ അവർക്ക് മക്കളാരുമില്ലാത്തതിനാൽ LC വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് അവരെ ഒരു മകളെ പോലെ ആയുഷ്കാലം പരിചരിച്ചു നിന്ന ആ LCയുടെ ഭാവി ജീവിതം ഭദ്രമാക്കുവാനായിയാണ് ഡോക്ടർ ശാന്താമാധവൻ LCയുടെ ആഗ്രഹപ്രകാരം 3 കോടി രൂപ ഈ ലോഹത്തൊഴിലാളികളെ വിശ്വസിച്ച് നൽകിയത്. കത്തോലിക്ക സഭാംഗം കൂടിയായ LC കരുതി ഈ പാതിരിമാർ തന്നെ ഒരിക്കലും വഞ്ചിക്കില്ല, സംരക്ഷിക്കുമെന്ന്. ഒടുവിൽ ഡോക്ടറും മരിച്ചു, ലോഹത്തൊഴിലാളികളും LCയെ വഞ്ചിച്ചു. ഇപ്പോൾ ഉപജീവനത്തിനും ചികിത്സയ്ക്കും പോലും മാർഗമില്ലാതെ LC ബുദ്ധിമുട്ടുകയാണ്. കഴിഞ്ഞിടെ LCയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്കെങ്കിലും പണം തന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഒരു പാതിരി LCയോട് പറഞ്ഞത്, വേണമെങ്കിൽ ഞാൻ 100 രൂപ തരാമെന്നാണ്. കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണിൻ്റെ ചികിത്സയ്ക്കായി 25,000 രൂപ വീതം ചെലവ് വരുന്ന 3 ഇഞ്ചക്ഷൻ എത്രയും വേഗം എടുക്കണമെന്ന് ആശുപത്രിക്കാർ പറഞ്ഞിട്ട് അതിന് പോലും മാർഗമില്ലാതെ ഉഴലുകയാണ് LC. ഇപ്പോൾ ഇതാ അമ്മയും മരിച്ചു. ഈ പാവം വീട്ടുജോലിക്കാരുടെ പണം കവർന്ന തറയിൽ ബിഷപ്പ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നസ്രാണി സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരുന്നു. രാജാവിനെ പോലെ നാണം കെട്ടവനെ, സ്വന്തം സമുദായത്തിലെ അനാഥയായ ഒരു വീട്ടുജോലിക്കാരിയെ കബളിപ്പിച്ച് നടക്കുന്ന നീയൊക്കെ നസ്രാണി സമൂഹത്തിന് തന്നെ അവമാനമല്ലേടൂ? കാണ്ടാമൃഗത്തിന് പോലും നിന്നെയൊക്കെ കണ്ടാൽ നാണം തോന്നുകയില്ലേ? അൽത്താരയിൽ കയറി നീയൊക്കെ വിശ്വാസികളെ ഉപദേശിക്കുമ്പോൾ നാട്ടുകാർ ഇനി നിന്നെയൊക്കെ കൂവി വിളിക്കില്ലേ? കാശ് വാങ്ങുന്നതിന് മുമ്പ് നീയൊക്കെ പറഞ്ഞ ചക്കരവാക്കുകൾ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. കത്തോലിക്ക സഭയിലെ ആത്മാഭിമാനമുള്ള വിശ്വാസികൾ ഈ നാണം കെട്ട ബിഷപ്പിനെ ഉപദേശിക്കണം. വീട്ടുജോലി ചെയ്ത് അവരുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ സമ്പാദ്യം തട്ടിയെടുത്ത ഈ തറയിൽ ബിഷപ്പിനോട് അവരുടെ പണം തിരികെ കൊടുക്കുവാൻ പറയണം. അല്ലെങ്കിൽ തറയിൽ പറയണം LC കള്ളം പറയുകയാണ് എന്ന്. നിവൃത്തികെട്ട് ആ അനാഥയായ വൃദ്ധ ഇവൻ്റെയൊക്കെ പേരും എഴുതി വെച്ച് എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ ആ പാപം തറയിൽ ബിഷപ്പും കത്തോലിക്ക സഭയും എവിടെ കൊണ്ട് കഴുകിക്കളയും? വീട്ടുജോലിക്കാരിയായിരുന്ന ഒരു അനാഥ വൃദ്ധയെ കബളിപ്പിച്ച കാശ് നിനക്കൊക്കെ ഇറങ്ങുമോടാ ബിഷപ്പേ? നാണവും മാനവും കെട്ട ലോഹത്തൊഴിലാളികൾ. ആ വൃദ്ധയുടെ കാഴ്ച പോയി, നടക്കുവാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അവരുടെ ശല്യം ഉണ്ടാകില്ല എന്ന് നിങ്ങൾ ധരിച്ചാൽ തെറ്റി. സീറോ മലബാർ സഭയുടെ അസ്ഥിഭാരം തകരുന്ന അവസ്ഥയുണ്ടാകും. ഇനി ആരുമില്ലാത്തവർക്ക് വേണ്ടി ദൈവം ഈ കേസ് ഏറ്റെടുക്കും. തറയിൽ ബിഷപ്പേ, താനൊന്നും നന്നാകടൂ. നാട്ടുകാർ തന്നെ പിടിച്ചുപറിക്കാരായെന്ന് വിളിക്കേണ്ടെങ്കിൽ ആ പാവത്തിൻ്റെ ആ പിടിച്ചുപറിച്ച പണം തിരികെ കൊടുക്കുക. അല്ലെങ്കിൽ നീയൊക്കെ വരുമ്പോൾ ജനങ്ങൾ പറയും വലിപ്പീര് ബിഷപ്പ് വരുന്നുണ്ടെന്ന്. PBLCയെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്
ഈ വഞ്ചനയുടെ കഥ നേരിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൽസിയെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അവരുടെ നമ്പർ ഇനി പറയുന്നതാണ്: 8281515147. ഒന്നുകൂടെ പറയാം, 8281515147. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.